അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു: നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതയാത്രയിൽ ആഞ്ഞടിച്ച പല പ്രതികൂല സാഹചര്യങ്ങളിലും വളരെയധികം ഭാരത്തോടെ, ഒറ്റപ്പെടലിലൂടെ, വളരെയധികം നിരാശയിലൂടെ, ഒരു വാക്കുപോലും പറയുവാൻ കഴിയാതെ വളരെയധികം തളർന്നു പോയ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, പ്രതികരിക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പറയുന്നു, പ്രതികാരം യഹോവയ്ക്കുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന്. ഈ ദിവസങ്ങളിൽ ജീവിത വഴിയാത്രയിൽ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ, ഒറ്റപ്പെടലിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യുവാൻ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ നിങ്ങൾക്കൊരു ദൈവമുണ്ട്. അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ഭാരപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്. നിങ്ങളോടൊപ്പം കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അവിടുന്ന് നിങ്ങളെ അന്ത്യത്തോളം വഴി നടത്തുന്ന ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു.